ഹായ് ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ ഞാൻ വിചാരിച്ച് വീട്ടിലെ കുഞ്ഞി കൃഷിയൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണെങ്കിൽ ചെറിയ അമരപ്പയറാണ്. ഞാനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷേ ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് ഈ ചട്ടിക്കകത്ത് പാകിയതാണ്. പാകി കഴിഞ്ഞിട്ടും ഞാൻ ഈ പാകിയ കാര്യം മറന്നുപോയി. ഇത് ഇലയും വന്ന് പൂവും വന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. പിന്നെ പൂവിൽ നിന്ന് ചെറുതായിട്ടിങ്ങനെ കുരുക്കുമല്ലോ, ഇങ്ങനെ പയർ കുരുക്കുമല്ലോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് ഞാൻ പാകിയ പയറാണെന്ന്. ചെറുപ്പകാലത്തൊക്കെ അമ്മ ഇതിൻ്റെ തോരനുണ്ടാക്കി തരുമായിരുന്നേ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ ഈ പയർ എടുത്തുകൊണ്ട് വന്ന് പാകിയത്. ഇത് ആദ്യമുണ്ടായ പയറാണെങ്കിൽ ഞാൻ എടുത്താണെങ്കിൽ ഉണക്കി എടുത്തിട്ട് പാകി കിളിപ്പിച്ചിട്ടുണ്ട്. കിളിപ്പിച്ചെടുത്ത പയർ ഇങ്ങനെ നട്ടുകൊണ്ട് മുകളിലോട്ട് എന്നെക്കൊണ്ടാവും വിധം ഒരു പന്തലൊക്കെ കെട്ടി കൊടുത്തിട്ട് അതിലോട്ടൊരു കയറ് കെട്ടി ഇങ്ങനെ മേലോട്ട് വിട്ടേക്കുവാണേ. അതിനിപ്പുറത്തെ സൈഡിലും കുറച്ച് പയർ നട്ടിട്ട് ആ പന്തലിലോട്ട് തന്നെ കയറ് കെട്ടി മേലോട്ട് കൊടുത്തു. പിന്നുള്ളതെന്ന് വെച്ചാൽ ചീരയാണ്. ചീര ഇങ്ങനെ എല്ലാ പ്രാവശ്യവും നമ്മൾ വേണമെങ്കിൽ കുറച്ച് നടുന്നതാണ്. നമ്മുടെ ഈ പാടത്തോട് ചേർന്ന് തന്നെയാണ് ഇതിങ്ങനെ നടുന്നത്. കുറച്ച് ചീര ഞാനാണെങ്കിൽ മോൻ്റെ മീനിടുന്ന അക്വേറിയം പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തോട്ടും കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിലും കുറച്ച് ചീര നട്ടതാണ് ഇത്. പിന്നെ കുറച്ച് ചീരയൊക്കെ നമ്മുടെ പറമ്പിലും നട്ടിട്ടുണ്ട്. അടുത്തതാണെങ്കിൽ കുരുമുളകാണ്. ഇതാണെങ്കിൽ വിളവൊക്കെ എടുത്തതാണ്, അടുത്തത് പിടിക്കുവാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മേടിച്ച് വീട്ടിലാവശ്യത്തിന് വേണ്ടി ഇങ്ങനെ നട്ടേക്കുവാണ്. ഇത് തന്നെ മതി നമ്മുടെ വീട്ടിൽ. ഇതുവരെയായിട്ട് ഇത് നട്ടതിന് ശേഷം നമ്മളങ്ങനെ കുരുമുളക് പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ഉണക്കി നമ്മൾ സൂക്ഷിക്കുവാണ്. അടുത്തത് കാന്താരിയാണ്. കാന്താരി ഇതുപോലെ തന്നെ നമ്മൾ മീൻ പറ്റിക്കാനും ചമ്മന്തിക്കും ഒക്കെ എടുക്കും ഇതും കേട്ടോ. ഇതിങ്ങനെ കുറച്ച് മൂടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഇതാണ്. വേറുള്ള ഒന്ന് ഇതാണ്. അതേലും ഈ ഇടയ്ക്കുള്ളതെല്ലാം നമ്മൾ പറിച്ചെടുക്കുക, അതുകൊണ്ടാണിത് അധികം കാണാത്തത്. ഇതാണെങ്കിൽ ഒരു നാരകമാണ്, ഒടിച്ചുകുത്തി നാരകമെന്ന് പറയും. ഇതാണ് നമ്മൾ പിഴിഞ്ഞ് കുടിക്കാനും എടുക്കും, അതുപോലെ തന്നെ അച്ചാറിന് ഉപയോഗിക്കുവേ. ഇതാണ് എൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് തന്നതാണ്, ഒരു നാരങ്ങ തന്നതാണ്. അത് ഞാൻ അരിയെടുത്ത് പാകി കിളിപ്പിച്ചതാണ്. അതിലിപ്പോൾ കാ പിടിച്ചതാണ്. പിന്നെ പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഇന്നതുപോലെ ഒരെണ്ണം മേടിച്ചതിൻ്റെ തല കൊണ്ട് നമ്മൾ നടുവല്ലോ, തലേന്നെന്തോ അല്ലേ പറയുന്നത്, ആ സംഭവം കൊണ്ട് നട്ടപ്പോൾ അതേലൊരെണ്ണം പിടിച്ചതേലാണ് നാലിങ്ങനെ മുകൾ ഭാഗം ഉണ്ടാവുമല്ലോ, അത് ഞാനിങ്ങനെ മാടി കൊണ്ട് നട്ടതാണ്. അത് രണ്ടെണ്ണത്തെ ഇന്നപോലെ പൈനാപ്പിൾ പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇതാണ്ടേ. അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ, നേരത്തെ ഷോർട്സിലൊക്കെ. അപ്പോഴാണ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഓൾ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയും വേണേ. അപ്പോൾ ഇവയെല്ലാം കായ്ഫലമൊക്കെ ആകുന്ന വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ ശരി, ഓക്കേ.